അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ് ഇന്ന് ഞാനെന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? ഇത് നമ്മൾ ചെറിയൊരു വൈകുന്നേരമാണ് ഞാൻ ചായ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ചായ ഉണ്ടാക്കാൻ കാണിച്ചു. അപ്പൊ വിചാരിച്ചു ഞങ്ങൾക്ക് ഇപ്പോൾ അറിയാത്തല്ലേ അങ്ങനെ വിചാരിച്ചത്. പിന്നെ ഞാൻ ആദ്യം കാര്യം പറയാം, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും വേണ്ട. സപ്പോർട്ട് ചെയ്ത് ഞാൻ തെറ്റും. പിന്നെ ആദ്യം നമുക്കൊരു മൈക്കിനെ പറ്റി പരിചയപ്പെടാം. ഇതാണ് എന്റെ മൈക്ക, ഇതെന്റെ സ്വന്തം മൈക്കാണ്. ഇത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു ആൾ തന്നതാട്ടോ. താങ്ക് യു സോ മച്ച്. അതായത് നമുക്ക് ആദ്യത്തെ തുറക്കാണ്. അപ്പൊ നമുക്ക് ചായ ഉണ്ടാക്കാൻ പോകാം. നമ്മുടെ ചെറിയൊരു വൈകുന്നേരത്തെ ചെറിയൊരു കുഞ്ഞൊരു വ്ലോഗാണ് കേട്ടോ. അപ്പൊ കമൺ ആദ്യം നമുക്ക് പിന്നെ പാലെടുക്കാം. വരൂ, ക്യാമറമാൻ വരൂ. ഇതാണ് എന്റെ ഫ്രിഡ്ജ്, കണ്ടോ? ഇത് കാണിച്ചതാ, ഇത് കാണിച്ചപ്പോ കണ്ടോ, ഇതാണ് എന്റെ ഫേവറേറ്റ് കടിക്കാൻ പോവാട്ടോ. അപ്പൊ നമുക്ക് ഫ്രിഡ്ജ് തുറക്കാം. ഇതാണ് എന്റെ ഫ്രിഡ്ജ്. ഇതിൽ ലുക്ക് നോക്കണ്ട, ഇപ്പൊ നോക്കണം, പിന്നെ കാണിച്ചതാ. പിന്നെ ആദ്യം നമുക്ക് എന്താ വേണ്ടത്? പക്ഷേ പാൽപ്പാക്കറ്റ് എന്ത് ചെയ്യും, എന്താ പറയാ, ആദ്യം നമ്മൾ കേട്ടോ തന്നെ നമ്മുടെ മിൽമയുടെ പാലാണ്. കമാൺ ക്യാമറമാൻ കമാൺ. അങ്ങനെ നമ്മുടെ യുദ്ധഭൂമിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് യുദ്ധഭൂമി, കണ്ടോളൂ. അപ്പൊ നമ്മള് പിന്നെ എന്നാ നമ്മൾ ചായ ഉണ്ടാക്കാൻ പോട്ടോ. അപ്പൊ തുടങ്ങാം. ഈ മൈക്കൊക്കെ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു തോന്നുന്നത് അവിടെ മിസ്സായി പോകുന്നു കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പൊ ആദ്യം നമ്മള് പിന്നെ വേറെ കാര്യം പറയാം കേട്ടോ. ഇത് താത്ത കൊടുക്കുന്ന 2 സമൂസയാണ്. ഇത് തിന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ക്യാമറമാൻ ക്യാമറമാൻക്ക് ചായ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഓന പാത്രമാണ് കണ്ടോ. ഇത് താത്ത കേട്ടോ. അപ്പൊ നമ്മള് കുറച്ച് പാലിട്ടുള്ളൂ, കാരണം ബാക്കി പാൽ കുടിക്കണം. അപ്പൊ ഞാൻ ഇക്കാക്കും കുറച്ച് അടി കൊടുത്തു. സോറി. അപ്പൊ ഞാൻ ഇക്കാക്കും മാത്രമായിട്ടോ ചായ ഉണ്ടാക്കുന്നത് അറിയില്ല. നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം, അത് സ്വാഭാവികമാണല്ലോ. പാലിൽ വെള്ളം ചേർക്കാതെ നമ്മൾ ചായ എടുക്കാൻ പാടില്ല. അങ്ങനെ നമ്മളെ അടുപ്പ് കത്തിക്കട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തിളക്കുമ്പോൾ കുറച്ച് വർത്താനൊക്കെ പറയാം. എന്താന്ന് വെച്ചാൽ പിന്നെ ഈ സമൂസ എന്ന് പറഞ്ഞ ഈ സമൂസക്ക് ഒരു കഥ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇത് സൂപ്പർ ആട്ടോ. ഇതിന് ഷേപ്പ് ഒന്നും ഇല്ല, സമൂസന്റെ ഷേപ്പ് ഒന്നും ഇല്ല കേട്ടോ. ഇത് മറ്റേ എന്തോ ഒരു ഗുണ്ടാമ ഡിമോ ഇത് തൊള്ള തുറന്ന് നിൽക്കണം നോക്കി കേട്ടാ. ഇത് കംപ്ലൈന്റ് ചെയ്യണം, കാരണം മസാല ഒക്കെ പുറത്ത് കളഞ്ഞു. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ചായക്ക് നമുക്ക് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ട. നിങ്ങൾ സപ്പോർട്ട് എന്തായാലും ആണ്. നമ്മുടെ ഷോർട്സ് ഒക്കെ എല്ലാവരും പോയി കാണട്ടോ, കോമഡി ഷോർട്സ് ആണ്. അപ്പൊ എന്താ പറയാ, ക്യാമറമാൻ അതൊന്ന് തരൂ. അപ്പൊ ഞാൻ കാണിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ കിച്ചണിന്റെ ഒരു അവസ്ഥ കേട്ടത്. ഇത് ഇങ്ങനെ കേട്ടോ ഗൈസ്, ഇവിടെ ഫുള്ള് നീറ്റ് ആയിരിക്കും, കാരണം വൈകുന്നേരം ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. ഇതാട്ടോ. അപ്പൊ ഗൈസ് നമ്മുടെ ചായ ആയിട്ടുണ്ട് കേട്ടോ. താത്ത പാരിയാണ്, അങ്ങോട്ട് പാരിയാ. ജാതി എനിക്ക് പാലിച്ചാണ്ടിട്ട് ഇഷ്ടമാണ് ഗൈസ്, അതുകൊണ്ടാണ്. വെരി ഗുഡ്. അതെ, വെരി ഗുഡ്. ഉണ്ടോ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് എനിക്ക് ടേബിൾ ഇല്ല കേട്ടോ, വീട്ടില് ടേബിൾ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാറ് കേട്ടോ. ഒന്നുമില്ല, കുറച്ചായിട്ട് വാങ്ങിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഇനി ചായ കുടിക്കാം. നമ്മളെ ചായ വ്ളോഗ് ഇത്ര എല്ലാവരും സപ്പോർട്ട് ആണ് കേട്ടോ. അപ്പൊ നമ്മളൊക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇതെന്റെ ചായനെ കുറിച്ച് 2 വാക്ക് പറയൂ. നിങ്ങൾ കുടിച്ചു നോക്കിയില്ലല്ലോ, കുടിച്ചോക്കാണ് ഗൈസ്. എങ്ങനെയുണ്ട്? അടിപൊളി. ഇനി സമൂസ കഴിക്കൂ. അതെ, ഒരാൾക്ക് 2 സമൂസ തിന്നണേന്റെ ഇതുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ആരാണ് ബാക്കിൽ നിന്ന് ചരക്കണത്? അതിന്റെ താത്തയാണ്. ഓളങ്ങനെ പലത് കൊടുത്തരം പറയും, അതൊന്നും മെയിലാക്കണ്ട. അപ്പൊ ടേബിൾ ഇല്ല ഗൈസ്, അതാണ് നമുക്ക് ഏറ്റവും വലിയത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പട്ടത്തിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന നല്ല രസമല്ലേ. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ തന്നെ കേട്ടോ. അപ്പൊ നമ്മുടെ ചെറിയൊരു ചായ വ്ളോഗാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ടാറ്റ കൊടുക്കും. ഇതെന്താ അങ്ങനെ ടാറ്റ ബൈ ബൈ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഇനി നമ്മുടെ വ്ളോഗൊക്കെ വരും കേട്ടോ. താങ്ക് യു സോ. നമുക്ക് അബൂസിനോട് കാരണം ചോദിച്ചിട്ട് എന്താ തെറ്റം കാരണം? അപ്പൂസേ എന്താ എന്താണ് തെറ്റം കാരണം? എന്താ മൈക്കതാ പറ. എന്ത് ഇപ്പച്ചി പോണില്ലേ ഗൈസ്? ഈ കുട്ടിനെ ആരോ പറഞ്ഞ് പറ്റിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞുതരാം ഗൈസ്. എന്താ സംഭവം എന്ന് വെച്ചാല് ഈ കുട്ടിനെ പാർക്കൊക്കെ കൊണ്ടുപോകാറിട്ട് പറ്റിച്ചതാണ്. ഇപ്പൊ ആ കുട്ടി കണ്ട ഡ്രസ്സൊക്കെ മാറ്റില്ല, പൈസ അടക്കണ്ട്. ഒരു ചെലവുമില്ല, കൊണ്ടുപോയാൽ മതി. പൈസ അടക്കില്ല, പൈസ ഒക്കെ വേണ്ട. ഈ കുട്ടിന്റെ അടുത്ത് ഓനിക്ക് 2 ഐസ്ക്രീം വാങ്ങാനുള്ള പൈസ ഇത് 20 ഉറുപ്പ്യ ഉണ്ട്. അത് ഉണ്ടായിട്ട് അടക്കാം. നമുക്ക് അബൂസിനോടനെ ചോദിച്ചോക്കെ. എന്താ അപ്പൊ പറയും? പോണില്ല. അപ്പൊ ഇഞ്ചി എന്താ ചെയ്യണ? അതാ തന്നെ. അപ്പൊ നമ്മളെങ്ങനെ പോവാ? ഞാൻ കുളിച്ചോ ഗൈസ്? പാവട്ടോ, കുളിക്കാത്ത അബൂസ് കുളിച്ച് വൃത്തിയായിക്കണ്ട. കണ്ണൊക്കെ എഴുതിയ ആള് സുന്ദര കുട്ടപ്പനായതാ. ചെരുപ്പൊക്കെ നോക്കൂ, കണ്ടോ? നമ്മളെ കുട്ടി ഇറങ്ങിയപ്പോ ഇവരെ പാരന്റ്സ് പറ്റിച്ചെന്നാണ് പറയുന്നത് ഗൈസ്. എന്താ പിന്നെ ചെയ്യലേ? ഒരു ടാറ്റ കൊടുത്താ എല്ലാവർക്കും. നമുക്ക് പോവട്ടോ, നമുക്ക് പോയാലോ? നമുക്ക് പോവല്ലേ? നമുക്ക് പോവാ പാർക്കിക്ക്. ഗൈസ് അപ്പൊ ഞങ്ങൾ പാർക്കൊക്കെ പോകട്ടോ. അതാണ് കാരണം. കുട്ടികളോട് ഓരോന്ന് പറഞ്ഞു ഗൈസ്, ആരും പറ്റിക്കരുത്. കണ്ടോ, ഇങ്ങനെ ഇമോഷണൽ ഡാമേജ് ആയിട്ടിരിക്കും. നിങ്ങളത് ശ്രദ്ധിക്കുക. ഓക്കെ, ടാറ്റ ബൈ ബൈ. ടാറ്റ ബൈ ബൈ. കണ്ടോ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് കുട്ടികള്. ഓരോ വടിക താങ്ക് യു പറയും. ക്യാമറ നോക്കി പറയും. ഓനിക്കിപ്പോ ഇമോഷണൽ ഡാമേജ് ആയിക്കണം. ആ കുട്ടിനൊക്കെ പറഞ്ഞു പറ്റിക്കാൻ ഭയങ്കര മോശം സംഭവമാണ്. ഒരിക്കലും ചെയ്യരുത് ഒരാളോടും ഗൈസ്. അങ്ങനെ ആ കുട്ടിനെ പറഞ്ഞു പറ്റിച്ചു കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോകണം, അല്ലെങ്കിൽ പണി പോകണം. ഓക്കെ.
അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോയിൽ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതെല്ലാവരും സഹിക്കുക, ക്ഷമിക്കുക. അപ്പൊ നമ്മളെ തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വീണ്ടും ഞാൻ പറയണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഈ വീഡിയോ മാത്രമല്ല, നമ്മൾ ഇങ്ങനെ നമ്മുടെ ഡെയിലി വ്ലോഗ് ഒക്കെ വരും. പിന്നെ നമ്മളൊരു ഫാമിലിയിലെ മെമ്പറും കൂടി ആവണം നിങ്ങളെല്ലാവരും. അപ്പൊ നമ്മളെ കുഞ്ഞു ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു തമാശകളും കുസൃതികളൊക്കെ കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഇനി വരുന്ന വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ ഒരുപാട് പേർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. കാരണം ഒരുപാട് പേര് നമ്മളെ കുറച്ച് നമ്പർ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്, ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. അപ്പൊ ഇനിയും ഈ സപ്പോർട്ട് ചെയ്യാൻ ഉയരങ്ങളിലേക്ക് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അന്ന് ഈ വീഡിയോ അത്രയൊക്കെ തന്നെ കേട്ടോ. ടാറ്റാ, ബൈ ബൈ, സി യു.